സ്തോത്രം ഉപരിയായി പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ നയിപ്പാൻ സ്തോത്രം. വചനം പറയുന്ന പോലെ പൗലോസ് പറയാണ്, ഹല്ലേലൂയ, സ്വന്തം പ്രാർത്ഥിപ്പാൻ, അതേ സഭയോടും പ്രാർത്ഥിപ്പാൻ നമുക്ക് അറിവില്ല എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ തുണയ്ക്കുമ്പോൾ, നമ്മളെ സഹായിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ നമുക്ക് സാധിക്കുമല്ലോ. അതുകൊണ്ട് ഇന്ന് സന്ധ്യാസമയം അങ്ങനെ ഒരു സന്ധ്യാസമയമായി തീരട്ടെ. ജോയിൻ ചെയ്തുള്ളവർക്കായി സ്തോത്രം ചെയ്ത് ജോയിൻ ചെയ്യാനുള്ളവരെയും കർത്താവ് കൂട്ടിവരുത്തട്ടെ. കർത്താവിന് വലിയ പ്രവർത്തിക്കായി സ്തോത്രം. നമ്മൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ക്രിസ്തു മുഖാന്തരങ്ങൾ എല്ലാവരും കൃത്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ 2024 വർഷം സെപ്റ്റംബർ മാസം 11 താവി ബുധനാഴ്ച സന്ധ്യാസമയത്ത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ഈ പ്രഭാതം ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെ ഞങ്ങളെല്ലാം ഞങ്ങളായിട്ട് സ്ഥാനത്ത് കർത്താവ് ഉള്ളങ്കയിൽ വഹിച്ചനായി സ്തോത്രം ചെയ്യുന്ന അത്ഭുതമായി ഞങ്ങളെ നടത്തിയല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്ന അപ്പോൾ ഓരോ ദിവസം അങ്ങയുടെ കൃപ അനുഭവിച്ച് അങ്ങയുടെ താവേ നന്മകളും ദാനങ്ങളും അനുഭവിച്ച് അങ്ങയിൽ ആശ്രയിച്ച് അതേ സ്തോത്രം അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ കരുണയ്ക്കായി, ദയയ്ക്കായി, വിശ്വസ്തിക്കായി സ്തോത്രം ചെയ്യുന്ന അങ്ങയുടെ ദൈവം ബലത്തിനായി സ്തോത്രം. ഞങ്ങളെ ശക്തി കൊണ്ട് ബലം കൊണ്ടല്ലപ്പാ, അങ്ങയുടെ കരുണയാൽ മാത്രം താവേ അത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. താവേ പകൽ സമയത്ത് ഞങ്ങളുടെ ജോലികാര്യങ്ങൾ ചെയ്യുവാനും കർത്തദാസ്മാർ അവർ വേല ചെയ്യാനൊക്കെ കർത്താവ് സഹായിച്ചനായി സ്തോത്രം ചെയ്യുന്ന താവേ കൃത്യമായ താവേ തുടർച്ചയായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബുധനാഴ്ച ബൈബിൾ ക്ലാസ് ഈ സന്ധ്യാസമയം നടത്തുവാൻ ചില താവേ തടസ്സങ്ങൾ വന്ന നിമിത്തമായിട്ട് ഹല്ലേലൂയ മാറ്റിവെച്ചെങ്കിലും ദിവസം അല്പസമയം വേറിട്ട് തന്നെ ഇന്ന് പ്രാർത്ഥിപ്പാൻ, വിഷയങ്ങളോർത്ത് പ്രാർത്ഥിപ്പാൻ താവേ ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന ബ്ലസ് മീഡിയയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ, ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ദാസിദാസന്മാർക്കായി സ്തോത്രം, കുടുംബങ്ങൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരും കുടുംബങ്ങൾക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ വാർത്തയിലാക്കുന്ന മാതാപിതാക്കൾക്കായി സ്തോത്രം, രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഓരോരുത്തരെയും അവർക്ക് ആവശ്യമുള്ള കൃപയും ആശ്വാസവും സൗഖ്യവും ബലവും എല്ലാം കർത്താവ് ഇന്ന് പകൽ കൽപ്പിച്ചനായി സ്തോത്രം ചെയ്യുന്ന ഇന്ന് താവെ സന്ധ്യാസമയം താവെ ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയായി കൂടി വന്നിരിക്കുന്നത് വിവിധ വിഷയങ്ങളത് പ്രാർത്ഥിപ്പാൻ, അന്യോന്യ ഭാരങ്ങൾ ചുമപ്പാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തിക്കായി സ്തോത്രം പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ ഞങ്ങളുടെ ദേശം ഞങ്ങളുടെ രാജ്യം ഒക്കെ വല്ലാത്ത അവസ്ഥയിൽ കർത്താവെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. താവെ ലോകത്തിലെ സംഭവങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ താവെ സംഭവിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിനെ ഇതെല്ലാം താവെ വിളിച്ചറിയിക്കുമ്പോൾ ഒരുക്കത്തോടെ ആൽപ്പാൻ, ദൈവഭയത്തോടെ ജീവിപ്പാൻ ദൈവജനത്തെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്നത്തെ കൂട്ടായ്മ അതൊരു കാരണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാജഭാഷനായ സ്തോത്രം ചെയ്യുന്ന ഗ്രേസി അൻഡിക്കായി സ്തുതിക്കുന്നു. സനോഷ് പാസ്റ്ററും കഫി അൻഡിക്കായ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന പിന്നെ പാസ്റ്ററും കുടുംബത്തിനായി സ്തോത്രം. കർത്താവ് ഓരോരുത്തരുടെ കൈകൾ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സന്ധ്യാസമയം കർത്താവ് ആലയങ്ങളിലും ഭവനങ്ങളിലും ഓൺലൈനിലൊക്കെ നടത്തപ്പെടുന്ന എല്ലാ ആത്മീയക്കൂട്ടങ്ങളും ധാരാളം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരോട് ചേർന്ന് ഈ ഞങ്ങളുടെ താവച്ചിലെ കൂട്ടത്തെ കർത്താവ് അനുഗ്രഹിക്കുന്ന ബലപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനായ സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തെ നാം വിളിച്ചപേക്ഷിപ്പാൻ ഈ സന്ധ്യാസമയം അതേ പാട്ടുകാരോട് ചേർന്ന് നമുക്ക് സ്തോത്രം പാടി കർത്താവിനെ സ്തോത്രം ചെയ്യാം. അത്യുന്നതനാം ദൈവത്തിൻ മറവിൽ സർവശക്തൻ നിഴലിൻ കീഴിൽ കോട്ടയായവൻ സങ്കേതമായവൻ തൻ സന്നിധിയിൽ വസിക്കുന്നു ഞാൻ. കോട്ടയായവൻ സങ്കേതമായവൻ തൻ സന്നിധിയിൽ വസിക്കുന്നു ഞാൻ. ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൻ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും, കർത്തൻ എൻ്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യഭുജമുള്ളോ, കൈ പിടിച്ചു നയിക്കുന്നെന്നെ. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യഭുജമുള്ളോ, കൈ പിടിച്ചു നയിക്കുന്നെന്നെ. പാപമൃത്യു ശാപ ഘോര പീഡയാൽ മനമുരുകും മർത്യ സ്നേഹിത. പാപമൃത്യു ശാപ ഘോര പീഡയാൽ മനമുരുകും മർത്യ സ്നേഹിത. അധ്വാനിക്കുന്നോർ ഭാരം വഹിപ്പോൾ യേശുവിൻ്റെ പാതേ ചേരുക. ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൻ വെളിച്ചം, ഞാൻ ആരെ തെറ്റിക്കും, കർത്തൻ എൻ്റെ അഭയം. ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യഭുജമുള്ളോ, കൈ പിടിച്ചു നയിക്കുന്നെന്നെ. ഇടയ
ശ്രേഷ്ഠൻ ക്രിസ്തു വീര്യഭൂജമുള്ളോൻ കൈപിടിച്ചു നയിക്കുന്നന്നെ യുദ്ധക്ഷാമരോഗ വിപ്ലവാദികൾ ഭൂലോകത്തെ നടുക്കിടുന്നു യുദ്ധക്ഷാമരോഗ വിപ്ലവാദികൾ ഭൂലോകത്തെ നടുക്കിടുന്നു വില്ലൊടിക്കുവാൻ ജാതി നീക്കുവാൻ ജയം വരിച്ചേശു വരുന്നു വില്ലൊടിക്കുവാൻ ജാതി നീക്കുവാൻ അതെ ജയം വരിച്ചേശു വരുന്നു ഞാൻ ആശ്രയിക്കും പാറ എൻ രക്ഷയിൻ വെളിച്ചം ഞാൻ ആരെ പേടിക്കും കർത്തൻ എൻ്റെ അഭയം ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭൂജമുള്ളോ കൈ പിടിച്ചു നയിക്കുന്നെ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭൂജമുള്ളോ കൈ പിടിച്ചു നയിക്കുന്നെ ഞാൻ ആശ്രയിക്കും പാദം എൻ രക്ഷയിൻ വെളിച്ചം ഞാൻ ആരെ പേടിക്കും കർത്തൻ എൻ്റെ അഭയം ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭൂജമുള്ളോൻ കൈ പിടിച്ചു നയിക്കുന്നെ ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു വീരഭൂജമുള്ളോൻ കൈ പിടിച്ചു നയിക്കുന്നെ വാപാരപാരശാല വാഹേ ഭാരപാരവ വാരേ വസഗര വാവേരംബ ശഖര വാഹാപാരസഖര വാരേ വലാജര വാരേ വസരര വാവേരംബ രിഗര വാരപാരവശര വാവേലാജിര സഖ വാരേ വരവന വാരേ വല്ലാശൈവര വാരേ വലാരവപ ആജുബേരവസഖ വേ വലാരാജീവനാരാജാ ഓ ഹല്ലേലൂയ പരിശുദ്ധനെ രാജാതിരാജാവേ സ്തോത്രം 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 അത്നാ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന എനിക്ക് വേണ്ടി സകലം നിർവഹിക്കുന്ന ദൈവത്തെ എന്ന സംഗീതക്കാരോട് ചേർന്ന് ഇന്ന് സന്ധ്യാസമയം നമുക്ക് പറയാൻ സാധിക്കുമല്ലോ ഹല്ലേലൂയ സർവശക്തനായ ദൈവം അത്യുന്നതനായ ദൈവം നമുക്ക് വേണ്ടി സകലം നിർവഹിക്കുന്ന ദൈവം ഈ സന്ധ്യാസമയം നമ്മുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് ഹല്ലേലൂയ നമുക്ക് വേണ്ടി ഉത്തരം നൽകുവാൻ കർത്താവ് നമ്മുടെ മധ്യമുള്ള ഓർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ അതേ സ്തോത്രം ചേർന്നിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കും ദൈവമക്കൾക്കായ സ്തോത്രം ഏവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹമന്ത്രം അറിയിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ഇന്ന് സന്ധ്യാസമയം അല്പസമയം അതെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത് സ്തോത്രം വിവിധ വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ദേശത്തെ രാജ്യത്തെ നമ്മുടേതായ വിഷയങ്ങൾ സഭയുടെ വിഷയങ്ങൾ നമ്മൾ ഭാരപ്പെടുന്നത് അതേ വിഷയങ്ങളൊക്കെ ദൈവസന്നിധി സമർപ്പിച്ച് നമ്മളാൽ കഴിയാത്ത കാര്യം അല്ല മാത്രമല്ല കഴിയുന്ന കാര്യം സകലവും ഏറ്റവും ചെറിയ കാര്യം പോലും നമുക്ക് കഴിവുണ്ട് എന്നാൽ സ്തോത്രം കഴിവുള്ള കാര്യം പോലും ദൈവസന്നിധി സമർപ്പിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത് കഴിവില്ലാത്ത കാര്യങ്ങളെ സമർപ്പിക്കാനല്ല കഴിവുള്ളതും അതേ അവൻ്റെ കയ്യിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നു കാരണം നമ്മൾ മക്കളാണല്ലോ അതേ മക്കൾ അപ്പന്മാരോട് അമ്മമാരോട് അവർക്ക് കഴിവില്ലാത്ത കാര്യമല്ല കഴിവുള്ള കാര്യമാണെങ്കിലും ചോദിച്ചും പറഞ്ഞും അത് ആശ്രയിച്ചാണല്ലോ ജീവിക്കുന്നത് എന്ന പോലെ തന്നെ സ്തോത്രം നമ്മളെ ഓരോ ചെറിയ കാര്യങ്ങളായിരുന്നാലും അത് ദൈവസന്നിധിയിൽ അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദൈവഹിതം അറിഞ്ഞ് പ്രവർത്തിപ്പാനാണ് സർവ്വശക്തനായ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ സന്ധ്യാസമയം നമുക്കത് സ്തോത്രം ചെയ്യുവാൻ കർത്താവ് ആത്മസഹായിയുടെ കഴിഞ്ഞ നാളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച അനേകം വിഷയങ്ങളുമേൽ അത് വ്യക്തിപരമായും കുടുംബമായും സഭയായും അത് ഗ്രൂപ്പിലും ആയിട്ടൊക്കെ പ്രാർത്ഥിച്ച അനേക വിഷയങ്ങളുമേൽ കർത്താവ് മറുപടി തന്നിട്ടുണ്ടല്ലോ. ആ ദൈവസന്നിധി വലിയ ദൈവപ്രവൃത്തി കർത്താവ് വരും ദിവസം നമുക്കൊണ്ട് വീണ്ടും വെളിപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നമ്മൾ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന ആയതുകൊണ്ട് പ്രാരംഭമായ ഒരു പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നില്ല. നമുക്ക് വിഷയങ്ങളോട് പ്രാർത്ഥിപ്പാനുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പ്രാരംഭമായി നമ്മുടെ ദേശത്തെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കാം. ഗ്രേസിയാൻറ്റി പ്രാർത്ഥിക്കേണ്ട വിഷയം നമ്മളെ കേരളത്തെ വഹിച്ച് പ്രാർത്ഥിക്കാം. കേരളത്തിലെ 14 ജില്ലകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ജില്ലയും ഭരിക്കുന്ന ഭരണ അധികാരികൾക്കായി പ്രാർത്ഥിക്കാം. കളക്ടർമാർക്കായി പ്രാർത്ഥിക്കാം. അതുപോലെ മന്ത്രിമാർക്കായി പ്രാർത്ഥിക്കാം. MP-മാരും MLA-മാർക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ കൊച്ചു കേരളത്തിലായിരിക്കുന്ന ഓരോ വാർഡ് മെമ്പർമാർക്കായി പ്രാർത്ഥിക്കാം. മുനിസിപ്പാലിറ്റികൾക്കായി പ്രാർത്ഥിക്കാം. കോർപ്പറേഷനായി പ്രാർത്ഥിക്കാം. 5 കോർപ്പറേഷനാണ് കേരളത്തിലുള്ളത്. ആ 5 കോർപ്പറേഷനുകളെ ദൈവസന്നിധിയിൽ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ഓരോ
ഭരണകൂടങ്ങളുള്ള ഭരണാധികാരികളെ, അവരുടെ കുടുംബങ്ങളെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരാരും നശിച്ചു പോകാതെ യേശുവിനെ അറിയുവാനും അവരുടെ ജീവിതയാത്രയിൽ ഒരു പരസ്യോഗ നിമിത്തമായിട്ടോ കൺവെൻഷൻ നിമിത്തമായിട്ടോ ആരെങ്കിലും കർത്തദാസന്മാർ അവരെ വീട്ടിൽ ചെന്ന് സുവിശേഷം ട്രാക്റ്റ് കൊടുത്തോ അവരുടെ ആ ജോലി സ്ഥലങ്ങളിൽ അവരോട് സുവിശേഷം ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ട്രാക്റ്റ് കൊടുത്ത് അവർ ട്രാക്റ്റ് വായിച്ച നിമിത്തമായിട്ട് ഈ ദിവസങ്ങൾ വലിയ ദൈവപ്രവർത്തികൾ മാനസാന്തരം കർത്താവിൻ്റെ ആത്മാവർക്ക് നൽകുവാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. മാത്രമല്ല നമ്മുടെ കേരളത്തിൽ വലിയൊരു സ്വസ്ഥയും സമാധാനം കർത്താവ് ഈ നാളുകൾ അയക്കുവാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ വളരെ വളരെ ഹീനമായ പ്രവർത്തികൾ നമ്മുടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കർത്താവ് വലിയ സമാധാനം അയക്കുവാൻ, സ്വസ്ഥയും സമാധാനമുള്ളവരായിരിക്കുവാൻ, ജനങ്ങൾക്ക് പാപബോധം കർത്താവ് നൽകുവാൻ, സ്വന്തം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായത്തെക്കുറിച്ച് ആത്മാവാണല്ലോ, ആ ആത്മാവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ കേരളത്തിലുണ്ടാകുവാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. വലിയ പ്രവൃത്തി ഈ പറയപ്പെട്ട വിഷയങ്ങളിൽ സമാധാനം അയച്ച് നമ്മുടെ ദേശം ഭരിക്കുന്ന അധികാരികൾ നീതിയും ന്യായത്തിലായി തീരുവാൻ, ന്യായത്തോടെ ഭരിക്കുന്നവരായി തീരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കും. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥല പിതാവേ, ഈ സന്ധ്യായ സമയം കർത്താവ് ഞങ്ങൾക്ക് പ്രകാരം ഒരു കൂട്ടായ്മ കർത്താവ് തന്ന ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങ് വാഴ്ത്തും സ്തുതിക്കുന്ന കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിലെ കഴിഞ്ഞ കാലങ്ങളെല്ലാം കർത്താവ് അടിയങ്ങളെ എവിടെവിടങ്ങളായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തല്ലോ. ഇന്ന് കാലം സന്ധ്യായ സമയം ഒരുമിച്ച് കടന്നു വന്ന ദൈവവാദപ്പെടുത്തിങ്ങളായിരിക്കുന്ന അടിയങ്ങളെല്ലാം കർത്താവ് സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണം. വിശേഷ ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കേരളത്തിന്റെ അവസ്ഥകൾക്ക് കർത്താവേ ഒരു വലിയ വ്യത്യാസം മാറ്റം ഈ ദിവസങ്ങളായി കർത്താവ് വരുത്തി തരുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ, കേരളത്തിലായിരിക്കുന്ന 14 ജില്ലകളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. 14 ജില്ലയിലും കർത്താവിന്റെ വലിയ പ്രവൃത്തി കർത്താവ് അയച്ചുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. അനേക ദേശങ്ങളിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി അയച്ച് അനേക ജീവിതങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവം കടന്നു വരുവാൻ അവിടെ സഹായിക്കണം. എത്രയോ പ്രിയപ്പെട്ടൊരു കർത്താവേ, സമാധാന സ്വസ്ഥയില്ലാത്ത അവസ്ഥകളേറെ പ്രയാസങ്ങൾ കൂടെ ഭാരങ്ങൾ കൂടെ പ്രതിസന്ധികൾ കൂടെ കർത്താവെ കടന്നു പോകുന്നല്ലോ. ആ ദേശങ്ങളെല്ലാം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അയക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കേരളത്തെ ഭരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുഖ്യമന്ത്രി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രിയപ്പെട്ടവരോട് കർത്താവ് സംസാരിക്കുക ചെയ്യുമാറാകണം. ദൈവത്തിന്റെ ആത്മാവ് വിട്ടുകൊണ്ടിരിക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് ഓരോ ജില്ലകളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം തിരക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഓരോ ഇടങ്ങളിലായി പ്രവർത്തിക്കുന്ന MLA മാരെ MP മാരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജനപ്രതിനിധികളായി നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കർത്താവെ അവിടെ ഇടപെടുക സംസാരിക്കുക ചെയ്യുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, പല പ്രിയപ്പെട്ടവരും കർത്താവെ ദൈവത്തെ അറിയുന്ന അനുഭവിക്കുന്നവരാണെങ്കിലും കർത്താവർക്ക് സ്വാതന്ത്ര്യമായി പുറത്തു വരുവാൻ കഴിവില്ലാത്ത അവസ്ഥയിൽ സാമുദായികമായ കെട്ടുപാടുകൾ ജാതിമാന്ന അവസ്ഥയിലൊക്കെ ആയിരിക്കുന്നല്ലോ കർത്താവെ. അവരോടെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക സംസാരിക്കുക ചെയ്യുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ജീവിതങ്ങളെല്ലാം വിടുവിക്കപ്പെടുവാൻ കർത്താവിടെ സഹായിക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനേക പ്രിയപ്പെട്ടവരും കർത്താവ് ദൈവത്തിന്റെ വചനം പലയിടങ്ങളിലായി കേൾക്കുന്നവരാണ്. പല സേവങ്ങൾ മുഖാന്തരമായി, പലതരമായ ട്രാക്റ്റുകൾ മുഖാന്തരമായി, പലതരമായ രീതിയിൽ കൂടെ കർത്താവെ അവിടുത്തെ വചനങ്ങൾ അറിയുന്നവരാണ് പലരും കർത്താവെ. എങ്കിലും അവർക്കൊരു വേണ്ട പോലെ ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുവാൻ കഴിവില്ലാത്ത അവസ്ഥയിലായിരിക്കും. ഓരോ ജീവിതങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക സംസാരിക്കുകയും ചെയ്യുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥി അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെല്ലാം കർത്താവ് ദൈവത്തിന്റെ വചനം കേട്ട് കർത്താവെ രക്ഷിക്കപ്പെട്ട് ദൈവത്തിലേക്ക് കടന്നു വരുവാൻ കോണം. സ്വർഗത്തിലെ ദൈവമേ അവിടെ സഹായിക്കുക ചെയ്യുമാറാകണം. നിങ്ങളുടെ പ്രാർത്ഥി അതിനായ ഒരു വലിയ ദൈവ പ്രവൃത്തി ഞങ്ങളുടെ കേരളത്തിൽ ഉണ്ടാകുവാൻ കോണം. കർത്താവിനെ സഹായിക്കുമാറാകണം. നിങ്ങളുടെ പ്രാർത്ഥി ഒരാറ്റം മുതൽ ഒരാറ്റം വരെയും ദൈവത്തിന്റെ വലിയ കരുതലും സ്നേഹവും അനുഭവിച്ചറിവാൻ കോണം. കർത്താവ് സഹായിക്കുമാറാകണം. നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. പലരുമായ പ്രതിസന്ധികളും ഭാരങ്ങളും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോടെല്ലാം കർത്താവ് ഇടപെടുമാറാകണം. നിങ്ങളുടെ പ്രാർത്ഥിക്ക് തീരാ ദുഃഖത്താലും മാറാ വ്യാധിയാലും വേദനയാലും കർത്താവെ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടില് കർത്താവെ പലതരമായ പ്രകൃതിയുടെ വിഷയങ്ങളിലൊക്കെ പെട്ടിട്ട് കർത്താവ് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ട പലരും ഉണ്ടല്ലോ. അവിടെ എല്ലാം ദൈവമായ കർത്താവെ അങ്ങയുടെ സ്നേഹം കടന്നു എന്ന് കർത്താവരെല്ലാം ദൈവത്തിൽ കടന്നു വരുവാൻ കോണം. കർത്താവിനെ സഹായിക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവത്തിന്റെ വചനം അറിയിപ്പാൻ ദൈവമേ അനേക സമർപ്പണമുള്ള ദൈവദാസന്മാരായ പ്രിയപ്പെട്ടവർ കർത്താവിനുള്ള പ്രിയപ്പെട്ടവരെ അടുക്കിലേക്ക് കർത്താവ് അയക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ
ദൈവപ്രവൃത്തി അയക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥി വലിയൊരു വിടുതൽ കർത്താവ് ഉണ്ടാകുവാൻ തക്കോണം. ദേശങ്ങളാ ദൈവകൃപയിലേക്ക് കടന്നു വരുവാൻ ദൈവം സഹായിക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവ് വ്യക്തി ജീവിതങ്ങളോട് കർത്താവ് ഇടപെടുമാറാകണം. കുടുംബ ജീവിതങ്ങളോട് കർത്താവ് ഇടപെടുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ടുകൊണ്ട് കുടുംബങ്ങൾ സമാധാനമില്ല, സ്വസ്ഥയില്ലാതിരിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ടല്ലോ കർത്താവെ. അവിടെ എല്ലാം യേശുവിന്റെ സ്നേഹം കടന്നു ചെല്ലുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം അവിടുന്ന് പ്രവർത്തിക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവ പ്രവൃത്തി അയക്കുമാറാകണം. ജീവിതങ്ങൾ വിടുവിക്കപ്പെട്ട് കർത്താവ് കുടുംബ ജീവിതങ്ങൾ സന്തോഷപരമായി സമാധാനപരമായി ദൈവത്തെ ആരാധിപ്പാൻ ഉണ്ടാക്കണം. കർത്താവിന്റെ ആത്മാവിടപെട്ട് ആ ജീവിതങ്ങൾക്കെല്ലാം ഒരു വലിയ വിടുതൽ അയക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങളുടെ ദേശം വിടുവിക്കപ്പെടുവാൻ ദുഷ്ടന്റെ അധീനതയിൽ നിന്ന് കർത്താവെ ദേശം വിടുവിക്കപ്പെടുവാൻ ഉണ്ടാക്കണം. സ്വർഗം അവിടെ സഹായിക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു ഒരു വലിയ വിടുതൽ കർത്താവ് ഞങ്ങളുടെ 14 ജില്ലയിലും കർത്താവ് അയക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ ദൈവ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കൊണ്ടതിന്റെ മടികളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. രാത്രികാലം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവദാസന്മാർക്കായി സ്തോത്രം. കർത്താവ് പോലെ കടന്നു വരേണ്ടവർ എത്രയും വേഗം കടന്നു വന്ന് കർത്താവെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിപ്പാൻ ഉണ്ടാക്കണം. മനസ്സൊരുക്കത്തോടെ കടന്നു വരുവാൻ അവിടെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും തിരക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് ആ ജീവന്റെ അപേക്ഷിക്കുന്നു. കന്നോട് കേൾക്കണമേ സ്വർഗ്ഗ നല്ല പിതാവേ. പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി നമ്മുടെ ദേശത്ത് വ്യക്തമായ ദിവസം കൂടുതലായി കർത്താവ് ചെയ്യുവാൻ കർത്താവ് കരുണ കാണിക്കട്ടെ. സ്തോത്രം. അടുത്ത വിഷയം നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരി കർത്താവ് ശോഷമ്മ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. പറയുന്ന വിഷയം നമ്മുടെ കേരളത്തിൽ ആയിരിക്കുന്ന എല്ലാ ദൈവസഭകളെ പ്രത്യേകിച്ച് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവസഭകളെ അത് പ്രസ്ഥാനങ്ങളോട് ചേർന്നും സ്വതന്ത്രമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന അനേക ദൈവസഭകൾ നമ്മൾ കേരളത്തിലുണ്ട്. 14 ജില്ലയിൽ അത് വ്യാപരിച്ചിരിക്കുന്ന ഓരോ സഭാ പ്രവർത്തനങ്ങളെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല ഇന്ത്യയിലും വ്യാപിച്ചിരിക്കുന്ന ദൈവസഭകളെ പ്രവർത്തനങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കാം. അതെല്ലാം സ്തോത്രം വലിയ അനുഗ്രഹമായി തീരുവാൻ എരിവോടെ അത് വചനം പറയുന്ന പോലെ സ്തോത്രം ആലയത്തെക്കുറിച്ചുള്ള എരിവ് ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഒരുപോലെ ഉണ്ടാകുവാൻ ദൈവദാസന്മാർ ദൈവമക്കളെ കുറ്റം പറയുന്ന അനുഭവം ദൈവമക്കൾ ദൈവദാസന്മാരെ കുറ്റം പറയുന്ന അനുഭവത്തിൽ നിന്ന് കർത്താവ് വെടിവെച്ച് അത് എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ് സ്തോത്രം സഭ. അല്ലെങ്കിൽ ഞാൻ ഒരു സഭയുടെ അംഗമാകുന്നു. സ്തോത്രം. എൻ്റെ അപ്പനമ്മമാർ ആത്മീയമായ അപ്പനമ്മമാർ സഹോദരന്മാർ എനിക്കൊരു ഇടയനുണ്ട് എന്നൊക്കെ ഒരു ചിന്തയോടെ അതേ ഒരു ആത്മീയ ബന്ധം സ്തോത്രം ഒരു കുടുംബത്തിലെ ബന്ധം എന്ന പോലെ കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. ആ ചിന്തയോടെ ഈ നാളുകൾ നമ്മുടെ സഭകളായിത്തീരുവാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അത് പിന്മാറ്റക്കാരെ കർത്താവ് യഥാസ്ഥാനപ്പെടുത്തുവാൻ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഓരോ സഭകളും പിന്മാറ്റക്കാർ വർദ്ധിച്ചു വരികയാണ്. പല കാരണങ്ങളാണ് സ്തോത്രം. അതുകൊണ്ട് നമുക്ക് പിന്മാറ്റക്കാർ വഹിച്ച് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന ഏകത വന്നിരിക്കുന്ന അനേക സഹോദരിമാർ നമ്മുടെ ഓരോ സഭകളും അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എവിടെ സഭ എടുത്താലും എല്ലാ സഭകളിലും ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന സഹോദരിമാരെ ഓർത്തും സഹോദരന്മാരെ ഓർത്തും പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. അനേക മാതാപിതാക്കൾ ഒറ്റയ്ക്ക് വന്നിട്ട് അവരുടെ മക്കളൊന്നും വിശ്വാസം വരാതെ ഭാരപ്പെടുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവരെ വെച്ച് പ്രാർത്ഥിക്കാം. ഇത് നിമിത്തം പീഡ അനുഭവിക്കുന്ന അനേകരുണ്ട്. അവരെ വെച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ ബലപ്പെടുത്തുവാൻ ശക്തിയിരിപ്പാൻ പീഡയുടെ മധ്യത്തിലും അതേ സമയങ്ങൾ കണ്ടെത്തി വെള്ളിയാഴ്ച ആയിക്കോട്ടെ ഞായറാഴ്ച ആയിക്കോട്ടെ സഭായോഗത്തിനൊക്കെ വെള്ളിയാഴ്ച പ്രാർത്ഥന വരുന്ന ഓടി വരുന്ന അല്പസമയത്തേക്ക് അതേ ഓടി വരുന്ന അതേ അനേക ദൈവമക്കളുണ്ട്. അവരെ നമുക്ക് ഓർക്കാം. കർത്താവ് വീണ്ടും അവരെ ബലപ്പെടുത്തുവാൻ അവർക്ക് സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ആരാധിക്കുവാനും അതേ സ്ഥാനപ്പെടുവാനും അതുപോലെ കുടുംബങ്ങളായി കർത്താവിനെ സേവിക്കുന്ന അനുഭവങ്ങൾ കർത്താവ് അങ്ങനെയോർക്ക് നൽകുവാൻ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനോട് ചേർന്ന ഒരു വിഷയം കൂടി വിധവമാരായ അതേ അനാഥരായ അനേക ദേവദാസന്മാരെ കുടുംബങ്ങളുണ്ട്. പാസ്റ്റർമാരായ വേല ചെയ്ത അനേക ദേവദാസന്മാർ അവർ മരണം വഴിയായി കടന്നുപോയി. രോഗനിമിത്തവും ആക്സിഡന്റ് നിമിത്തവും ഒക്കെ ആയിട്ട് കടന്നുപോയി. എന്നാൽ ഇപ്പോൾ ഇന്നലെ തന്നെ ഇന്ന് വേർമാണ് ദുഃഖത്തിലായിരിക്കുന്ന അറിയപ്പെടുന്ന പാട്ടുകാരൻ ജിതിൻ എഫ്രൈം സുംകാര ചെറുപ്പക്കാരനാണ്. പക്ഷേ മക്കളില്ലാത്തതുകൊണ്ട് സ്തോത്രം ഭാര്യ സഹോദരി വിധവയായിരിക്കണം. അങ്ങനെ ആ അവസ്ഥയിലായിരിക്കുന്ന അനേക ദേവദാസന്മാരുണ്ട്. സ്തോത്രം. അവർ വിധവമാർ ഇനി എന്ത് ചെയ്യും, എങ്ങനെ ആയിത്തീരും? പ്രത്യേകിച്ച് സഭാ ശുശ്രൂഷ ചെയ്ത പാസ്റ്റർമാർ അവർ മരണം വഴിയെ പോകുമ്പോൾ പിന്നെ സഭാ ശുശ്രൂഷ ഭാര്യമാർക്ക് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർ എന്ത് ചെയ്യും, അവരുടെ മക്കൾ എന്ത് ചെയ്യും, ഭാവി എന്തായിത്തീരും? അങ്ങനെ അത് ഒരു ആശങ്കയിൽ ആയിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങൾ
നമ്മുടെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. സോ നമുക്ക് അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെ ധൈര്യപ്പെടുത്തുവാൻ. അത് ദൈവസഭകൾ, എല്ലാ സഭകൾക്കും എല്ലാവരും എടുത്ത് അത് അവർക്ക് സഹായം ചെയ്യാൻ സാധിക്കില്ല മാനുഷ്യമായി. എങ്കിലും അത് ചെയ്യുവാൻ, സഭയ്ക്ക് എത്രത്തോളം ചെയ്യാൻ സാധിക്കും ചെയ്യുവാൻ നമുക്ക് ദൈവസഭയെ പ്രാർത്ഥിക്കാം. മാനുഷ്യമായ സഹായങ്ങൾക്ക് ഉപരിയായി അവർ കർത്താവിൽ തന്നെ ആശ്രയം വെച്ച് മുന്നേറുവാൻ അങ്ങനെയുള്ളവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കുഞ്ഞുങ്ങളുടെ ഭാവി, കുഞ്ഞുങ്ങളുടെ ജോലി, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരെ വളർത്തുന്ന വിഷയമൊക്കെ പലതുണ്ട്. അവരെന്നും അത് അധൈര്യപ്പെട്ടു പോകാതെ, ക്ഷീണിച്ചു പോകാതെ കർത്താൻ ആത്മാവരെ ധൈര്യപ്പെടുത്തുവാൻ, വഴികൾ തുറക്കുവാൻ നമുക്ക് ദൈവസഭയെ പ്രാർത്ഥിക്കാം. നമ്മുടെ സഭകളെ, കേരളത്തിലായിരിക്കുന്ന, ഇന്ത്യയിലായിരിക്കുന്ന എല്ലാ സഭകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പിന്മാറ്റക്കാരെ വഹിച്ച് പ്രാർത്ഥിക്കാം. ഒറ്റയ്ക്ക് വിശ്വാസം വന്നവരെ വഹിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ അത് അനാഥരും വിധവന്മാരായ കർത്തദാസന്മാരെ കുടുംബങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്തദാസ് ശോഷന്മാർ നമ്മളെ പ്രാർത്ഥനയെ സഹായിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും മധ്യസ്ഥ ചെയ്യുവാനും നല്ല സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ. അപ്പാ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ദാസം പറഞ്ഞ വിഷയങ്ങളുമായി ഞങ്ങളെ കർത്താവിന്റെ സന്നിധിയോട് അടുത്ത് വരുന്നപ്പാ ദൈവമേ, ഞങ്ങളുടെ കേരളത്തിലുള്ള 4 ജില്ലയിലുള്ള എല്ലാ സഭകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അവിടെയൊക്കെ ശുശ്രൂഷിക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവമാക്കിയിരിക്കുന്ന അങ്ങയുടെ ദാസന്മാരെ കർത്താവിന്റെ കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളുമാറാകണമേ. ശത്രു കാണുവാൻ അനുവദിക്കല്ലേ കർത്താവേ. ഈ കാലഘട്ടത്തിൽ കർത്താവേ, ശത്രു പ്രബലനായി ഹല്ലേലൂയ ദൈവദാസന്മാരെ അവരുടെ കുടുംബങ്ങളെ തകർത്ത് മേലെ ഹല്ലേലൂയ ചിതറിപ്പിച്ചു കളയുന്ന എല്ലാ അനുഭവങ്ങളിൽ നിന്ന് കർത്താവ് വിടിവിക്കുമാറാകണമേ. ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല എന്ന് പറഞ്ഞ അരുമനാഥന്റെ ഹല്ലേലൂയ വാഗ്ദത്തത്തിനായി ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ്. ഈ രാത്രി കാലം 4 ജില്ലകളിൽ കിടക്കുന്ന എല്ലാ കർത്താവ് വ്യത്യസ്ത സഭകള്, കർത്താവ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എല്ലാ സഭകളെ, അതുപോലെ കർത്താവെ ഹല്ലേലൂയ പ്രസ്ഥാനങ്ങളായിട്ടുള്ള എല്ലാ ദൈവസഭകളെയും ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാണ്. ഓരോ സഭയും കർത്താവ് പണിയണമേ കർത്താവെ. അതേ പിന്മാറ്റത്തിൽ കടന്നുപോയ ജീവിതങ്ങളെ മടക്കി വരുത്തി യഥാസ്ഥാനപ്പെടുത്തി കർത്താവെ അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറച്ച് അങ്ങയുടെ വരവിനായി അവരെ ഒരുക്കിക്കൊള്ളുമാറാകണമേ കർത്താവ്. ഒരു ജീവിതം പോലും അങ്ങേ അറിഞ്ഞവര് നഷ്ടപ്പെട്ടു പോവാൻ സ്വർഗം അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനം കർത്താവെ അങ്ങേ തള്ളിക്കളഞ്ഞ, ഞങ്ങളെ വചനത്തിൽ വായിക്കുന്നത് പോലെ ജീവനുള്ള ഉറവേ ഹല്ലേലൂയ തള്ളിക്കളഞ്ഞവർ പൊട്ടക്കിണറ് ഹല്ലേലൂയ അന്വേഷിക്കുന്ന അനുഭവങ്ങൾ വിടിവിക്കണമെന്ന ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിച്ചു കൊടുക്കണമേ അപ്പാ. ജീവിതങ്ങളെ യഥാർത്ഥമായി അങ്ങ് അറിഞ്ഞ സഭയുടെ അംഗങ്ങളായി തീരുവാന്തക്കണം പരിശുദ്ധാത്മാവ് പിന്നെയും ക്രിയ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദേശത്തുള്ള ദൈവസഭകള് പരിശുദ്ധാത്മാവിന്റെ പ്രദർശനശാലകളാക്കി കർത്താവ് തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. അതേ കരങ്ങളിലെ ഇന്ത്യയിലുള്ള എല്ലാ ഉടനീളമുള്ള എല്ലാ സഭകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്ന ഓരോ സഭകളെയും കർത്താവിന്റെ വരവിനായി ഒരുക്കിക്കൊള്ളുമാറാകണമേ. ജനത്തെ അതിനായി ഒരുക്കിക്കൊള്ളുമാറാകണമേ. ലോകത്തിലേക്ക് ഇറങ്ങിപ്പോവാൻ ജനത്തെ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്കുള്ളിലേക്ക് ലോകം പ്രവേശിപ്പാൻ കർത്താവെ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. അതേ വന്നതയുള്ള എല്ലാ അവസ്ഥയിൽ നിന്നും കർത്താവ് ജീവിതങ്ങളെ വിടിവിക്കുമാറാകണമേ. പ്രാർത്ഥനയിൽ ഉദ്ധരിക്കുവാൻ തക്കവണ്ണം ജീവിതങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പ്രദേശങ്ങളുടെ ദാസം പറഞ്ഞ കർത്താവെ ഹല്ലേലൂയ. മറ്റോരോ വിഷയങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ദേശത്ത് കർത്താവ് അനേക ദൈവദാസന്മാര് അതേ ഹല്ലേലൂയ വിവിധ പ്രായത്തിൽ ഈ ലോകം വിട്ട് കടന്നുപോയ ആക്സിഡന്റ് മുഖാന്തരം, രോഗം മുഖാന്തരം ഒക്കെ നഷ്ടപ്പെട്ടു പോയി കർത്താവെ. അവരുടെ ഭാര്യമാര്, കുഞ്ഞുങ്ങള് ഹല്ലേലൂയ അവര് കർത്താവെ അനാഥരും വിധവമാരായി തീർന്നിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടല്ലോ. ദൈവം അവരോട് കരുണ തോന്നുമാറാകണമേ. അടുത്ത ചൂടെന്തെന്നറിയാതെ അവര് വ്യാകുലപ്പെടുമ്പോൾ എന്റെ കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ഞാൻ ഒരു നാളും നിങ്ങളെ തള്ളിക്കളയിൽ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ അരുമനാഥന്റെ ആ വാഗ്ദത്ത ഉണ്ടല്ലോ. അതിന്റെ കർത്താവിന്റെ കരങ്ങളിലോട്ട് പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുവാനും അതേപ്പോ ഇന്ന് പകൽക്കാലം വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തെ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസി ഓർക്കുമാറാകണമേ കർത്താവെ. ആ ഹൃദയത്തിന്റെ മുറിവുകളെ ഇവിടുന്ന് കെട്ടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്രകാരം കർത്തൃവേലയ്ക്ക് കർത്താവെ ചുമൽ കൊടുക്കുന്ന അനേക കുടുംബങ്ങൾ കർത്താവ് വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്നല്ലോ. ദൈവമേ, അനേകർ കർത്തദാസന്മാര് കല്ലിൽ ദീർഘനാളായി മാറാരോഗത്താൽ അടിമപ്പെട്ട് കിടപ്പിലായിരിക്കുന്നു. വേണ്ട വിധ ചികിത്സയില്ലാതെ ദൈവദാസന്മാരുടെ കുടുംബങ്ങളായിരിക്കുന്നു. അങ്ങയുടെ വേലയ്ക്ക് ഹല്ലേലൂയ ചുമൽ കൊടുക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട
ഞങ്ങളുടെ ദാസന്മാരുടെ കുടുംബത്തെ കർത്താവ് ഓർക്കുമാറാകണമേ. അപ്രകാരം വേദനയിൽ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ഓരോ ദൈവദാസന്മാരുടെ കുടുംബങ്ങളെ കർത്താവ് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ അത്ഭുതകരമായി സൗഖ്യമാക്കി കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുക്കുവാൻ അഭിഷേകം ചെയ്ത് പിന്നെയും പുറത്തു കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ശത്രു ഒരു കുടുംബത്തെയും തകർത്തു കളയുവാൻ അനുവദിക്കില്ല. അവരുടെ തലമുറകളെ വഴിതെറ്റിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലത്തിന് കർത്താവ് വിടിവിക്കണം. അവരുടെ തലമുറകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് നല്ല ഭാവി, അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം ഒക്കെ കൊടുക്കണം. അവർ കർത്താവിന്റെ വേലയ്ക്ക് മാതാപിതാക്കൾ എടുത്ത ചുവട് ഹല്ലേലൂയ അവർ കർത്താവെ ഹല്ലേലൂയ ചുവട് വെക്കുവാൻ വേണം. അവരെയും കർത്താവ് ഒരുക്കുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്ന പ്രകാരം ദാസൻ പറഞ്ഞ ഓരോ വിഷയങ്ങളെയും സമയങ്ങളും ഞങ്ങൾ സ്തോത്രത്തോടെ തൃക്കരങ്ങളിലോട്ട് ഏൽപ്പിക്കുവാണ്. കർത്താവ് വലിയ ചെയ്യണം. ഞങ്ങളുടെ ദേശത്തുള്ള കർത്താവ് ദൈവസഭകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. കർത്താവ് സഭ മുഖാന്തരം ചുറ്റുപാടുകൾ കർത്താവേ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെടണം. കർത്താവ് ഓരോ പട്ടണങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. കർത്താവ് അതിനായി ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രത്തോടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കണം. അവിടുന്ന് പ്രാർത്ഥനയായി നന്ദി അപ്പം മുഴുമഹത്വം അംഗീകരിക്കുന്ന യേശു കൃഷ്ണ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് സ്തോത്രം. നമ്മൾ പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. വലിയ ദൈവപ്രവൃത്തി നമ്മുടെ സഭകളിൽ കർത്താവ് ചെയ്യട്ടെ. ദേവദാസ്മാ ദൈവമക്കൾ കുടുംബങ്ങളിൽ കർത്താവ് ചെയ്യട്ടെ. സ്വന്തം പ്രാർത്ഥിച്ച കർത്തദാസി കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്വന്തം നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഒരു പ്രാർത്ഥനാ വിഷയം സ്തോത്രത്തിന് ശേഷം അമ്മഫിയാൻ്റെ ഒരു പാട്ടിൻ്റെ ഈരടി പാടാൻ പറ്റുമോ? ഒരു പ്രാർത്ഥനാ വിഷയത്തിന് ശേഷം ഓക്കെ. ബിനു പാസ്റ്റർ പ്രാർത്ഥിക്കണേ ഒരു പ്രാർത്ഥന വിഷയം. പിന്നെ അതിനുശേഷം നമ്മൾ വ്യക്തിപരമായ ചില വിഷയങ്ങൾ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടവരെയും നമ്മുടെ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ബിനു പാസ്റ്റർ പ്രാർത്ഥിക്കേണ്ട വിഷയം നമ്മുടെ പ്ലസ് മീഡിയയിൽ തന്നെ ഉള്ള വിഷയം ഒന്ന് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ. കേരളപുരത്തെ ജോണച്ചാൻ്റെ മകളുടെ വിഷയം, വിവാഹ വിഷയത്തെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. സ്വതം കർത്താവ് ആ വിഷയത്തിൽ വലിയ അത്ഭുതം ചെയ്യുവാം. അങ്ങ് കർത്താനദാസൻ സ്വതം സുവിശേഷ വേലയിൽ താൻ ആയിരിക്കുന്നു. തൻ്റെതായ ശാരീരികമായ പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ നടുവിലും കർത്താന വേല താൻ ചെയ്യുന്നല്ലോ. സ്തോത്രം. തന്നെ കർത്താവ് അനുഗ്രഹിക്കുവാൻ ബലപ്പെടുത്തുവാൻ മകളുടെ വിഷയത്തിൽ ഒരു ഭാരമില്ലാതെ അനേക ദേവദാസന്മാർക്ക് കർത്താവ് അത്ഭുതം ചെയ്തിട്ടുണ്ട്. കർത്താവിൽ ആശ്രയിച്ചവരെ അവൻ കൈവിടാത്ത ദൈവമാകുന്നല്ലോ. വചനം അങ്ങനെ പറയുന്നു. നമ്മുടെ ജീവിതം നമുക്ക് അനുഭവങ്ങളുണ്ട്, കേട്ട അനുഭവങ്ങളുണ്ട്, അനുഭവിച്ച അനുഭവങ്ങളുണ്ട്. കർത്താവ് നമ്മുടെ ജോണിച്ചാൻ്റെ വിഷയത്തിൽ മകളുടെ വിഷയത്തിൽ വലിയ അത്ഭുതം ചെയ്യുവാൻ നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. നിശ്ചയിച്ചിരിക്കുന്ന ദിവസത്തിൽ തന്നെ വിവാഹ ഉറപ്പിൻ്റെ കാര്യങ്ങൾ നടക്കുവാനും നവംബറിൽ അത് നടക്കുവാനും അഥവാ ജനുവരിയിലെ വിവാഹം ദിവസം ഏറ്റവും ഭംഗിയായ ആ കാര്യങ്ങൾ നടത്തപ്പെടും. നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. കാലാവസ്ഥയെ കർത്താവ് നിയന്ത്രിക്കുവാൻ, 2 ദിവസത്തെ ഭക്ഷണ കാര്യങ്ങൾ കർത്താവ് നിയന്ത്രിക്കുവാൻ, ഇവരെയായ സാമ്പത്തിക വിഷയങ്ങളുണ്ട്. അതുമേ കർത്താവ് വലിയ അത്ഭുതം ചെയ്യുവാൻ സ്വതം പല ദേവദാസന്മാർ കഴിഞ്ഞ ദേവദാസൻ്റെ സാക്ഷി ഞാൻ കേട്ടു. കർത്താവ് അത്ഭുതം ചെയ്തു, വഴി തുറന്നു. ബാക്കി ശേഷിപ്പുണ്ടായിരുന്നു. 12 കൊട്ടാന്ന് ഞാൻ പറയില്ല സ്തോത്രം. എങ്കിലും അവരുടെ കയ്യിൽ സ്തോത്രം അത് എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ഒരു ശേഷിപ്പ് അവർക്കുണ്ടായിരുന്നു. സ്തോത്രം. അല്പമായി ആയാലും ഞാൻ പറയുന്ന ഒരു 5000 രൂപ ആയാലും അത് ശേഷിപ്പാണല്ലോ. 5000 രൂപയെങ്കിലും അത് കർത്താവ് മിച്ചം വരുന്ന രീതിയിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യുവാൻ നമുക്ക് ദൈവസ്ഥ പ്രാർത്ഥിക്കാം. കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിക്കുവാൻ, അവളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുവാൻ, വിവാഹം കഴിക്കാൻ പോകുന്ന വരനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുവാനും അവരുടെ കുടുംബജീവിതം അത് സ്വന്തം 2 ദൈവസഭകൾക്ക് 2 ദേശങ്ങൾക്ക് കുടുംബത്തെ വഹിച്ച് പ്രാർത്ഥിക്കാം. ബ്ലസ് മീഡിയയുടെ നമ്മുടെ എല്ലാ ഗ്രൂപ്പിലെ ദേവദാസന്മാരെയും കുടുംബങ്ങളെയും ദൈവമക്കളെയും കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ, അത് സ്വന്തം കേരളത്തിലുള്ളവർ, ഇന്ത്യയിലുള്ളവരെയും വിദേശത്തുള്ളവരെല്ലാം കർത്താവ് ഒരുപോലെ അനുഗ്രഹിക്കുവാൻ, അവരെ കുടുംബ ജീവിതത്തെ, അവരുടെ വേലയെ, അവരുടെ ജോലിയെ, അതുപോലെ അവരുടെ തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മാത്രമല്ല പല അനേക ദേവദാസന്മാരെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവർ പലയിടം പലരും വടക്കേണ്ടിയുടെ ശുശ്രൂഷ വിട്ട് നാട്ടിൽ വന്ന അവസ്ഥകൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ ജീവിതം അനുഭവിച്ചിട്ടുണ്ട്. അപ്പം മാതാപിതാക്കളെ നോക്കാൻ ആവശ്യമുള്ള കാര്യം ബൈബിൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. മാതാപിതാക്കളെ നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല, അവർ നോക്കണമെന്ന്. അപ്പോൾ അത് നിമിത്തമായി എന്നാൽ അവരുടെ ഹൃദയം ഇപ്പോഴും ആ ഒരു ദൈവം നൽകിയ ആ ദർശനത്തിൽ, ആ വടക്കേന്ത്യയിലോ വടക്കൻ കേരളത്തിലാണ് അവർ ഹൃദയം ഇരിക്കുന്നത്. പക്ഷേ മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി അവർ നാട്ടിൽ വന്നു, അവർ നോക്കുന്നു, നല്ല കാര്യം, അവർ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ദേവദാസൻ പലരുണ്ട്. വീട് പണിക്കോട് ബന്ധത്തിൽ പലരും വന്നിട്ടുണ്ട്. സ്തോത്രം. അതുപോലെ മാതാപിതാക്കളെ നോക്കാൻ വേണ്ടി, കുഞ്ഞുങ്ങളുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടി വന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ ശുശ്രൂഷ കർത്താവ് അനുഗ്രഹിക്കുവാൻ, കർത്താവ് ബലപ്പെടുത്തുവാൻ. ചിലരൊക്കെ ശുശ്രൂഷ പോലും വേണ്ടെന്ന് വെച്ച്
കുറച്ച് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്തോത്രം അവിടെ എല്ലാം കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ, അത് മാതാപിതാക്കളെ നമ്മൾ നോക്കേണ്ട കടംപെട്ടവരാണല്ലോ സ്തോത്രം, അത് ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് അവർക്ക് വേണ്ടി മറുവശത്ത് കർത്താവ് അവർക്ക് വേണ്ടി വഴി തുറക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അവരെ ഭവനത്തിന് പണിയോ അവർ മാതാപിതാക്കൾ നോക്കുന്ന നിമിത്തമായിട്ട് സുവിശേഷ വേലയ്ക്ക് ഒരു തടസ്സമില്ലാതെ കാര്യങ്ങൾ ചെയ്യുവാൻ, മാത്രമല്ല കർത്താവ് മറുവശത്ത് അവർ ഒറ്റയ്ക്കുള്ള അവർ ഏക മക്കളാണെങ്കിൽ അത് ആയിക്കോട്ടെ, ഇല്ലാത്ത പക്ഷം അവർക്ക് സഹോദരന്മാരുണ്ടെങ്കിൽ ആ സഹോദരന്മാർക്കും ഈ ഒരു കാഴ്ച ആ ഒരു ഭാരം കർത്താവ് നൽകുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ നോക്കുന്ന ഒരു ദേവദാസൻ കുടുംബം മാത്രമല്ല, വേറെ അവർക്ക് സഹോദരന്മാരുണ്ടെങ്കിൽ അവരും അവരപ്പന്മാരെ നോക്കുവാൻ, അപ്പോൾ അത് നിമിത്തമായിട്ട് ഈ നോക്കുന്ന ദേവദാസൻ കുടുംബത്തിന് ആശ്വാസം ലഭിക്കുമല്ലോ എന്നുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ, കർത്താവ് വലിയ പ്രവൃത്തി ചെയ്യുവാൻ. മാത്രമല്ല സ്വന്തം പ്രായമായ ഒത്തിരി പാസ്റ്റർമാർ അവർ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന ഭാരം അവർക്കില്ല എങ്കിലും മാനുഷ്യമായി അവർ വാടകയ്ക്ക് നിന്നും താമസിക്കുന്നു. 30 വർഷമായി 40 വർഷമായി അവർ സുവിശേഷ വേല ചെയ്തു, ഒരു നയ പൈസ പോലും അവർക്ക് അതേ ബാലൻസ് ഇല്ല. സ്തോത്രം. ഒരു വാടകയ്ക്ക് അന്നും താമസിക്കുന്ന 30 വർഷം വേല ചെയ്തിട്ട് വാടകയ്ക്കാണ്, ഇപ്പോഴും വാടകയ്ക്കാണ്. അങ്ങനെയുള്ളവർ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവരെ ധൈര്യപ്പെടുത്താൻ, അവരുടെ വിശ്വാസ കർത്താവ് ആദരിക്കുവാൻ. അതൊരു ഭവനം ഇല്ലെങ്കിൽ, സ്വന്തമായ ഭവനം ഇല്ലെങ്കിൽ വാടകയ്ക്കുണ്ടല്ലോ, അത് അവരെ വിശ്വാസം ക്ഷീണിച്ചു പോകാതെ കർത്താവ് അവരെ ബലപ്പെടുത്തുവാൻ, അവരെ നോക്കുവാൻ, അവരെ സ്തോത്രം അവരെ കരുതുവാൻ, ജീവിതങ്ങളെ കർത്താവ് ഒരുക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. അതുപോലെ അതോട് ചേർന്ന് തന്നെ മക്കളില്ലാത്ത ഒത്തിരി പ്രായമുള്ള പാസ്റ്റർമാർ അല്ലെങ്കിൽ ദൈവമക്കളുണ്ട്. മക്കളില്ലാതെ ഉള്ള പ്രായമുള്ള ചെറുപ്പക്കാരെ കുറിച്ചല്ല പറയുന്നത്, 50-60 വയസ്സിന് മേലുള്ള പ്രായമുള്ള അനേക ദേവദാസന്മാരുണ്ട്. അവരെ വെച്ച് പ്രാർത്ഥിക്കാം. അവർ ഭാര്യയും ഭർത്താവ് മാത്രമായിരിക്കുന്നു, അല്ലെങ്കിൽ ഭാര്യ മാത്രമുള്ളൂ. ഇവിടെ ഉണ്ട് ഭർത്താവ് മരിച്ച് ഭാര്യമാർ ഉള്ളവരുടെ അവസ്ഥയിലുണ്ട്. എങ്ങനെ തന്നെ ആയാലും മക്കളില്ലാതെ അവർക്ക് വേണ്ടിയും കർത്താവ് ഇനിയോളം അത് ജീവിതങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കർത്താവ് ഇനിയും അവരുടെ വിശ്വാസം ഒരിക്കലും ക്ഷീണിച്ചു പോകാതെ ധൈര്യപ്പെടുത്തുവാൻ, മറ്റനേകരെ അവർ ധൈര്യപ്പെടുത്തുന്ന ജീവിതങ്ങളായി തീരുവാൻ അങ്ങനെയുള്ളവരെയും വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാൻ പ്രാർത്ഥിക്കാം. നമ്മൾ ബ്ലസ് മീഡിയയുടെ പ്രവർത്തനങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഇന്ന് VS തോമസ് പാസ്റ്റർ ഓർത്തും കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കാം. താൻ ഈ ദിവസങ്ങൾ ഒരു മാസം നാട്ടിലാണല്ലോ. തൻ്റെ യാത്ര കർത്താവ് അനുഗ്രഹിക്കുവാൻ, തൻ്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുവാൻ, തൻ്റെ ശുശ്രൂഷ കർത്താവ് അനുഗ്രഹിക്കുവാൻ, അത് ക്ഷേമത്തോടെ കർത്താദാസം മടങ്ങിപ്പോവാനും, അത് തുടർച്ചയായ ദിവസങ്ങൾ ക്ലാസ് എടുക്കുവാനൊക്കെ VS തോമസ് പാസ്റ്ററിനെ പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കാം. ജോണച്ചാനെയും മകളെയും വിവാഹ കാര്യങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ സ്തോത്രം ഭവനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, മാതാപിതാക്കളെ നോക്കേണ്ട ശുശ്രൂഷിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ മാറ്റിവെച്ച് ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാരെ വഹിച്ച് പ്രാർത്ഥിക്കാം. അവർ ഭവനം ഇല്ലാതെ വർഷങ്ങളോളം കർത്താവിനെ വേല ചെയ്തിട്ട് ഭവനം ഇല്ലാതെ ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന, മക്കളില്ലാതെ ആയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന ദേവദാസന്മാരെയും ഭാര്യമാരെയും വഹിച്ച് പ്രാർത്ഥിക്കും. ഈ പറയപ്പെട്ട വിഷയങ്ങൾ നമ്മളെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ മിനിപാസ് നമ്മളെ പ്രാർത്ഥനയെ സഹായിക്കും. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ നല്ല